ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ മിസ്റ്ററി ത്രില്ലർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആൻഡ് കത്രീന കൈഫ് ആൻഡ് വിജയ് സേതുപതിയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ മൂവിയുടെ പേരാണ് മെറി ക്രിസ്മസ്. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനായി ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. സോ നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പിൻ കമൻറ്റിലോ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വോയിസ് ഓവർ എന്ന് മെസ്സേജ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ പ്രീവിയസ് വർക്കും കൂടി സെൻഡ് ചെയ്യുക. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സ്ക്രീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് രണ്ട് സൈഡിലും എന്തോ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിൽ എന്തോ സ്പൈസി ആയിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തോ മെഡിസിൻസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സ്പൈസി ആയിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ എൻഗേജ്മെൻറ്റ് റിങ്ങോ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരെ പോകുന്നത് ഒരു ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ ക്രിസ്മസ് ഡേയിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹീറോയിൻ്റെ കൂടെ ഹീറോയിൻ്റെ മകളുണ്ട്. ആൻഡ് ഹീറോയുടെ കയ്യിൽ ഒരു ടെഡി ബെയറും ഉണ്ട്. മെറി ക്രിസ്മസ് എന്ന ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കാണുന്നത് നമ്മുടെ ഹീറോയുടെ ബാക്ക് സ്റ്റോറിയാണ്. പുള്ളിക്കാരൻ ഒരു വെൻഡിങ് മെഷീൻ്റെ അകത്ത് ഒരു കോയിൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു കാർഡ് കിട്ടുന്നു. അതിൽ കമൽഹാസൻ്റെ പടമുണ്ട്, ഒരു കോട്ടും ഉണ്ട്. ദ നൈറ്റ് ഇസ് ഡാർക്കസ്റ്റ് ബിഫോർ ദ ഡോൺ എന്ന്. സോ അതിനുശേഷം പിന്നെ നമ്മുടെ ഹീറോയുടെ സ്റ്റോറി കാണിക്കുമ്പോൾ ഹീറോ ഗൾഫിൽ നിന്ന് വരുന്നതാണ് നമ്മൾ കാണുന്നത്. പുള്ളിക്കാരൻ്റെ അമ്മ മരണപ്പെട്ടു പോയി. പുള്ളിക്കാരൻ വീട്ടിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ്റെ നൈബറാണ് പുള്ളിയെ വെൽക്കം ചെയ്യുന്നത്. ഒരു ആൽക്കഹോൾ ബോട്ടിൽ കൊടുക്കുന്നുമുണ്ട്. നെയ്ബറിന് നമ്മുടെ ഹീറോയെ ഭയങ്കര കാര്യമാണ്. കാരണം നമ്മുടെ ഹീറോ ഗൾഫിൽ നിന്ന് കത്തെഴുതുന്ന സമയത്ത് അമ്മയ്ക്ക് വായിക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ട് തന്നെ ഹീറോയുടെ നെയ്ബറാണ് വായിച്ചു കൊടുത്തോണ്ടിരുന്നത്. സോ അങ്ങനെ ഹീറോയുടെ നെയ്ബർ ഗൾഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു എന്ന്. അതിനുശേഷം ഡ്രസ്സ് മാറ്റി നമ്മുടെ ഹീറോ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നു. സോ അങ്ങനെ പുള്ളി വലിയതായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, ഒരു കുഞ്ഞി ഫാൻസി ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഒരു കൂട്ടിനകത്ത് ആയ ഒരു കിളിയാണ് പുള്ളിക്കാരൻ വാങ്ങിക്കുന്നത്. സോ അതിൻ്റെ ടോയും പുള്ളി കയ്യിൽ വെച്ചിട്ട് പുള്ളി നേരെ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു റെസ്റ്റോറൻറ്റ് ടേബിളിൽ ഈ ഹീറോയിൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഹീറോയിന് ചെറുതായിട്ട് വിഷമമുള്ളതുപോലെ ഹീറോ നോട്ടീസ് ചെയ്യുന്നു. ഒരു കുട്ടിയും അടുത്തുണ്ട്. ഹീറോയിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നമ്മുടെ ഹീറോയെ കാണുന്നു. സോ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അർജൻ്റ് ആയിട്ടുള്ള വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം താങ്കൾ അവരെ അറിയിക്കുമോ എന്നുള്ളത്. സോ നമ്മുടെ ഹീറോ അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് പോയി ഈ കാര്യം പറയുന്നുണ്ട്. ഹീറോയിന് നല്ല വിഷമമുണ്ടെങ്കിലും പുള്ളിക്കാരത്തെ പുറത്ത് കാണിക്കുന്നില്ല. കാരണം മകൾ അത് അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്നു. സോ ആ സമയത്ത് മകളുടെ കൂടെ ഇരുന്ന് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. നമ്മുടെ ഹീറോയിൻ്റെ കൂടെ നമ്മുടെ ഹീറോ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ ഫുഡ് കഴിക്കുന്നു. സോ ഹീറോയിൻ റെസ്റ്റ് റൂമിലേക്ക് പോകുന്ന സമയത്ത് മകളെ നോക്കുന്നു. സോ എന്തൊക്കെ ചോദിച്ചിട്ടും ഈ കുട്ടി സംസാരിക്കുന്നില്ല. സോ അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടി ജന്മനാ സംസാരിക്കാത്ത ഒരു കുട്ടിയാണെന്നുള്ള കാര്യം. സോ ഹീറോയിൻ്റെ കൂടെ നമ്മുടെ ഹീറോ മൂവിക്ക് പോകുന്നുണ്ട്. സോ മൂവിയുടെ ടൈമിൽ നമ്മുടെ കുട്ടി പറയുന്നുണ്ട് കുട്ടിക്ക് പോപ്കോൺ വേണമെന്ന്. സോ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. സോ ആംഗ്യ ഭാഷയിലാണ് നമ്മുടെ കുട്ടി സംസാരിക്കുന്നത്. സോ അതിനുശേഷം കുട്ടി ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. സോ ഈ കുട്ടിയെ എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ പുറത്തേക്ക് വരുന്നു. പക്ഷെ കുട്ടിയുടെ ഒരു ടെഡി ബെയറും കുട്ടിയെയും കൂടി നമ്മുടെ ഹീറോയിനെ നോക്കാൻ പറ്റുന്നില്ല. സോ ആ സമയത്ത് ടെഡി ബെയർ നമ്മുടെ ഹീറോ വാങ്ങിക്കുന്നു. അതിനുശേഷം ഇവരുടെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. സോ പോകുന്ന വഴിയാണ് ഹീറോയുടെ അമ്മ മരിച്ച കാര്യം ഹീറോയിൻ്റെ അടുത്ത് പറയുന്നത്. സോ ഹീറോയിൻ പറയുന്നുണ്ട് തൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടതാണ് എന്നുള്ള കാര്യം. നമ്മുടെ ഹീറോ ഈ ബിൽഡിങ്സിനൊക്കെ പ്ലാൻ വരച്ച് കൊടുക്കുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ്. ഹീറോയിൻ ആണെങ്കിൽ ഈ ബേക്കറിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഫാമിലി പരമായിട്ട് ബേക്കറി ബിസിനസ്സാണ് നമ്മുടെ ഹീറോയിനുള്ളത്. സോ ആ സമയത്ത് ഇങ്ങനെ കുട്ടിയെ എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് കുട്ടിയുടെ വെയിറ്റ് കാരണം നമ്മുടെ ഹീറോയിന് താങ്ങാൻ പറ്റുന്നില്ല. സോ ആ സമയത്ത് കുട്ടിയെ നമ്മുടെ ഹീറോ വാങ്ങിക്കുകയും ടെഡി ബെയറിനെ നമ്മുടെ നായികയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സോ ആ സമയത്താണ് ഹീറോയിൻ പറയുന്നത് തൻ്റെ ഭർത്താവിന് തൻ്റെ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. സോ അതുകൊണ്ടാണ് ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയെ കൂട്ടുപിടിച്ചത്. എന്നാൽ ഹീറോ വിചാരിച്ചിരുന്നത് ഹീറോയിൻ ഒരു സിംഗിൾ മദർ ആണെന്നുള്ള കാര്യം. സോ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒരു ഡ്രിങ്ക്സിന് വേണ്ടി നമ്മുടെ ഹീറോയെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ്റെ വീട്ടിൽ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ കാണുന്നുണ്ട്. സോ ഹീറോയിൻ പറയുന്നുണ്ട് അത് താനും തൻ്റെ ഹസ്ബൻഡും ആയിട്ടുള്ള ഹാപ്പി മൊമെൻറ്റ്സ് ആണെന്നുള്ള കാര്യം. സോ അതിനുശേഷം കുട്ടിയെ ഉറക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുന്നു. നമ്മുടെ ഹീറോ അവിടേക്ക് നോക്കുമ്പോൾ ഒരു ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ കാണും. സോ അവിടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബേർഡ് ഇൻ എ കേജ് എന്നുള്ള ആ ടോയ് അവിടെ തൂക്കിയിടുകയും ചെയ്യുന്നു. സോ അതിനുശേഷം ഹീറോയിനും കൂടി ഡാൻസ് കളിക്കുന്നു. സോ അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. സോ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നത്. ഹീറോയിൻ്റെ നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞതായിരുന്നു. സോ ആ സമയത്ത് ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അന്നുണ്ടായിരുന്ന ഹസ്ബൻഡിൻ്റെ
ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെയാണ് ഇപ്പോൾ പുള്ളിക്കാരത്ത് കെട്ടിയിരിക്കുന്നത്. സോ ഈ റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് ഒന്നും അല്ല എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്. സോ അതിനുശേഷം നമ്മുടെ ഹീറോയുടെ കാര്യം ചോദിക്കുമ്പോൾ എൻഗേജ്മെൻറ്റ് റിങ് പേഴ്സിൽ നിന്ന് എടുത്ത് നമ്മുടെ ഹീറോ കാണിക്കുന്നുണ്ട്. സോ ആ സമയത്ത് പറയുന്നുണ്ട് നേരത്തെ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ് നമ്മുടെ ഹീറോ സ്നേഹിച്ചത്. സോ അതിനുശേഷം അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ ഗോവയിലേക്ക് പോകുന്നു. അപ്പോഴാണ് അറിയുന്നത് ആ സ്ത്രീ മരിച്ചു എന്നുള്ള കാര്യം. സോ അങ്ങനെ ഹാർട്ട് ബ്രേക്ക് ആവുകയാണ് നമ്മുടെ ഹീറോയ്ക്ക്. നേരത്തെ ഉണ്ടായിരുന്ന ഹസ്ബൻഡ് ഒരു ടോക്സിക് ഹസ്ബൻഡ് ആയിരുന്നു എന്നും ഒരു സംശയരോഗി ആയിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്. ഹീറോയിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നും പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. സോ അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് തൻ്റെ കുട്ടി നേരത്തെ സംസാരിക്കുമായിരുന്നു, പിന്നീട് എന്തോ കാരണം കൊണ്ടാണ് സംസാരം നിർത്തിയത്. സോ അതുകൊണ്ട് തന്നെ ജന്മന ഊമയല്ല എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയുന്നു. നമ്മുടെ ഹീറോ പേപ്പർ കൊണ്ടൊരു റാബിറ്റിനെ ഉണ്ടാക്കി നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. സോ ആ സമയത്ത് ഇതെന്താണ് നേരത്തെയും തൻ്റെ കുട്ടിക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒരു ഡാൻസിങ് ഡോളിനെ ഉണ്ടാക്കി കൊടുത്തല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ പഠിപ്പിച്ചത് തൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യം. ഒരു ജാപ്പനീസ് റിച്വലിനെ കുറിച്ച് നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഇങ്ങനെ ക്രാഫ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ കത്തിച്ച് മുകളിൽ നിന്നും ഇങ്ങനെ താഴേക്കിടുന്ന സമയത്ത് അത് കത്തിത്തീരുന്നതിന് മുമ്പ് ഒരു വിഷ് ചെയ്യുകയാണെങ്കിൽ അത് നടക്കും എന്നാണ് അവരുടെ വിശ്വാസമെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിനും ഒരു വിഷും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം പുറത്തേക്ക് പോകാൻ ഒരു തീരുമാനിക്കുന്നു. നമ്മുടെ ഹീറോയിന് ഒരു നോട്ട് എഴുതി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. സോ കല്യാണത്തിന് മുമ്പ് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നു എന്ന് നമ്മുടെ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. സോ ഇപ്പോഴും തനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ ഭയങ്കര ഹാപ്പിയാണ്. സോ അങ്ങനെ ഹീറോയുടെ വീട്ടിലേക്ക് ഹീറോയിൻ പോവുകയാണ്. സോ ഹീറോയുടെ വീട്ടിൽ നിന്നും ഒരു ബുക്ക് എടുത്ത് അത് വായിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ അതിനെ തട്ടിപ്പറിക്കുന്നുണ്ട്. സോ അതിനുശേഷം അവർ രണ്ടുപേരും കൂടി കുറച്ച് റൊമാൻറ്റിക് ആവുന്ന നേരത്ത് നമ്മുടെ ഹീറോയിൻ കുറച്ച് വിട്ടുമാറി നിൽക്കുന്നു. സോ അതിനുശേഷം അവർ ലിഫ്റ്റിൽ ഇങ്ങനെ കയറി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു കൗച്ചിൽ ഒരു ഗണ്ണും കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മുടെ ഹീറോയിൻ കാണുന്നത്. ഹീറോയിൻ അടുത്തു പോയി നോക്കുമ്പോഴാണ് ഭർത്താവ് മരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പെട്ടെന്ന് തന്നെ ഓടി റൂമിലേക്ക് പോയി മകളെ നോക്കുമ്പോൾ മകൾ നല്ല ഉറക്കത്തിലാണ്. സോ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവസാനം പോലീസിനെ വിളിക്കാൻ വേണ്ടി അവൾ തീരുമാനിക്കുന്നു. സോ ആ സമയത്ത് നമ്മുടെ ഹീറോയിനെ തടയുന്നുണ്ട്. അതായത് ഇപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം തുറന്നു പറയുന്നത്. പുള്ളിക്കാരൻ ഗൾഫിലൊന്നും അല്ലായിരുന്നു, പുള്ളിക്കാരൻ ജയിലിലായിരുന്നു. അതായത് അന്ന് ഗോവയിലേക്ക് ഗേൾഫ്രണ്ടിനെ കാണാൻ പോകുന്ന സമയത്ത് പുള്ളിക്കാരന് ദേഷ്യം വന്ന് ഗേൾഫ്രണ്ടിനെ പുള്ളിക്കാരനാണ് കൊന്നതെന്നുള്ള കാര്യം ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് തുറന്നു പറയുന്നുണ്ട് നമ്മുടെ ഹീറോ. സോ ആ ഒരു കുറ്റകൃത്യത്തിൽ നിന്നും ഇന്നാണ് റിലീസായത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സോ ഹീറോയിൻ പോലീസിനെ വിളിക്കുകയാണെങ്കിൽ പോലീസിൻ്റെ സംശയം എന്തായാലും ഹീറോയുടെ മേലുണ്ടാവും എന്ന് ഹീറോ പറയുന്നു. സോ ആ സമയത്താണ് നമ്മൾ പിന്നെയും ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അതായത് ഹീറോ ഗോവയിലേക്ക് എത്തുന്നു, ഹീറോയുടെ ഗേൾഫ്രണ്ടിനെ കാണുന്നു, ഹീറോയുടെ ഗേൾഫ്രണ്ടിന് ഒരു ദോശ ചുട്ട് കൊടുക്കുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു നമ്മുടെ ഹീറോയുടെ ഗേൾഫ്രണ്ടിന്. സോ ആ സമയത്ത് റിങ് കൊണ്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഹീറോയുടെ ഗേൾഫ്രണ്ട് താല്പര്യമില്ല എന്ന് പറയുന്നു. സോ പിന്നീട് പുള്ളിക്കാരത്തി മരിച്ചു കിടക്കുന്നതും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതുമാണ് നമ്മൾ കാണുന്നത്. സോ ആ സമയത്ത് എന്തായാലും നമ്മുടെ ഹീറോ ഇപ്പോൾ ഹീറോയിൻ്റെ അടുത്ത് പോലീസിനെ വിളിക്കേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം ഇവർ പുറത്തേക്ക് പോകുന്നു. പിന്നെ നമ്മൾ കാണുന്ന സീനിൽ നമ്മുടെ ഹീറോ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹീറോയിനും ഉണ്ട്. സോ ആ സമയത്ത് പോലീസ് വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ കാര്യമെന്ന്. സോ ചായയുടെ കാര്യം പറയുന്നു. ഹീറോയിൻ്റെ അടുത്തും പോലീസ് വന്ന് ചോദിക്കുന്നുണ്ട്. സോ ആ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയതാണെന്നും ഇനി ചർച്ചിലേക്കാണ് എന്നുള്ള കാര്യവും നമ്മുടെ ഹീറോയിൻ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് അവർ പോവുകയായിരുന്നു. സോ ആ സമയത്ത് നമ്മുടെ ഹീറോയുടെ ഓപ്പോസിറ്റായിട്ട് വേറൊരാൾ വരികയും ഹീറോയ്ക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ അവരുമായിട്ട് അടിയാവുകയും ചെയ്യുന്നു. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഹീറോയാണ് നമ്മൾ കാണുന്നത്. അവസാനം എങ്ങനെയോ ഹീറോ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് നമ്മുടെ മൂവിയുടെ ഇൻ്റർവെല്ലാണ്. ഹീറോയിൻ ഇപ്പോൾ ചേർച്ചിലാണുള്ളത്. സോ ചേർച്ചിൽ നിന്ന് അറിയാതെ പുള്ളിക്കാരത്തി ഉറങ്ങിപ്പോവും. സോ ആ സമയത്ത് കണ്ണുകൾ തുറന്ന് നോക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് വേറൊരു പുതിയ കഥാപാത്രത്തിനെ നമ്മൾ കാണുന്നതാണ്. സോ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഹീറോയാണ് വണ്ടി ഓടിക്കുന്നത്. സോ നമ്മുടെ ഹീറോയിൻ പോകാൻ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അതിന് തയ്യാറാകുന്നില്ല. പുതിയ കഥാപാത്രത്തിൻ്റെ പേരാണ് റോണി. സോ റോണി എടുത്ത് നമ്മുടെ ഹീറോയിൻ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ റോണി ആരും കാണാതെ തന്നെ എൻഗേജ്മെൻറ്റ് റിങ് പോക്കറ്റിലേക്ക് ഇടുന്നു. സോ പക്ഷേ ഇത് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ ഹീറോയിനും ഹീറോയും കൂടി ഹീറോയിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു. സോ ആ സമയത്ത് ഹീറോയിൻ റോണിക്ക് വൈൻ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതിനുശേഷം കുട്ടി ഉറക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുന്നു. അപ്പോൾ റോണി നമ്മുടെ ഹീറോയുടെ അടുത്ത് ഹീറോയിൻ വിവാഹം കഴിച്ചതാണോ അതോ ഡിവോഴ്സി ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. സോ ഹീറോ പക്ഷേ എല്ലാം
കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കാരണം വീട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്നെ കൗച്ചിലുണ്ടായിരുന്ന ഡെഡ് ബോഡി കാണുന്നില്ല. സോ അതുപോലെ തന്നെ നേരത്തെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത ആ ബേർഡ് ഇൻ എ കേജ്, ആ ടോയ് ഇപ്പോഴും ക്രിസ്മസ് ട്രീയിൽ തന്നെ ഉണ്ട്. സോ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്താണ് റോണി ഇങ്ങനെയൊക്കെ ചോദിച്ച് ശല്യപ്പെടുത്തുന്നത്. റോണിയുടെ പെരുമാറ്റം നമ്മുടെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ ഹീറോ റോണിയുമായിട്ട് ചെറുതായിട്ടൊന്ന് നടക്കുന്നു. സോ ആ സമയത്ത് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നു. ഈ സമയത്താണ് ഹീറോയിൻ പറയുന്നത് തൻ്റെ വാച്ച് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം. ഈ വാച്ച് തനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണെന്നും ഇത് തൻ്റെ അമ്മയുടേതാണ് എന്നും ഹീറോയിൻ റോണിയുടെ അടുത്ത് പറയുന്നു. സോ ചേർച്ചിൽ വെച്ച് മിസ്സാവാനാണ് സാധ്യത, അവിടെ പോയി നോക്കാമെന്ന് പറയുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഹീറോ ഓർത്തെടുക്കുന്നത് ചേർച്ചിൽ വെച്ച് ശരിക്കും മിസ്സായ സമയത്ത് ഹീറോയിനൊരു സ്ത്രീ അത് കൊടുക്കുകയും അത് ഹീറോയിൻ ഹാൻഡ് ബാഗിൽ വെക്കുകയും ചെയ്തു. പിന്നീട് എന്തിനാണ് ഇവളി കള്ളം പറയുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. എന്നാലും ഹീറോ ഒരിക്കൽ കൂടി ഹീറോയിൻ്റെ അടുത്ത് ഹാൻഡ് ബാഗ് സെർച്ച് ചെയ്യാൻ പറയുന്നു. പക്ഷെ അവിടെ ഇല്ല എന്ന് ഉറപ്പിച്ച് ഹീറോയിൻ പറയുകയും ചെയ്യുന്നു. സോ ഇവരെല്ലാവരും കൂടി ഇത് സെർച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. നമ്മുടെ ഹീറോ പുറത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങുന്നു. എന്നിട്ട് എലിവേറ്ററിൽ കയറുന്ന സമയത്ത് എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് വർക്ക് ആവുന്നില്ല. സോ സ്റ്റെയർ വഴി കയറി പോകുന്ന സമയത്താണ് ഹീറോ ശരിക്കും ഞെട്ടിപ്പോകുന്നത്. സോ നമ്മുടെ ഹീറോയിൻ്റെ മകളെയും കാണുന്നുണ്ട്. സോ ആ സമയത്ത് ഇവർ സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ മകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹീറോ. അതായത് ഒരു കുട്ടി മീൻ്റെയും അമ്മ മീൻ്റെയും കഥ പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് വേറെ 2 മീനുകൾ വന്ന കാര്യവും പറയുന്നുണ്ട്. സോ സിംബോളിക്കലി കംപ്ലീറ്റ് ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് നമ്മുടെ ഹീറോ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സോ ആ സമയത്ത് ഒരു റാബിറ്റിനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പേപ്പർ റാബിറ്റിനെ. സോ അതിനുശേഷം ഹീറോ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഹീറോയിന് അങ്ങോട്ടേക്ക് വരുന്നു. ഹീറോയിന് മനസ്സിലാകുന്നു ഹീറോ അവിടെയുള്ള കാര്യം. സോ പോലീസിനെ ഓൾറെഡി ഹീറോയിന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. റോണി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹീറോയുടെ ഇൻവോൾവ്മെൻറ്റ് ഈ കേസിൽ പറയണ്ട എന്നുള്ള കാര്യം. സോ അങ്ങനെ ഹീറോ ബാക്ക് ഡോർ വഴി പോകുന്ന സമയത്ത് ഹീറോയിൻ സ്റ്റോർ റൂമിലേക്ക് പോകാൻ പറയുകയും അങ്ങോട്ടേക്ക് പോയി ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. പോലീസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പോലീസ് ബോഡി ഇൻസ്പെക്ട് ചെയ്യുകയാണ്. സോ ലക്ഷ്മി എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഈ ബോഡി കിടക്കുന്ന പൊസിഷനും കയ്യിലുള്ള ഗണ്ണും ഒക്കെ നോക്കുന്നു. അപ്പോഴാണ് കയ്യിൽ വേറൊരു നോട്ടുള്ള കാര്യം മനസ്സിലാകുന്നത്. ആ നോട്ടിൽ നമ്മുടെ ഹീറോയിൻ നേരത്തെ എഴുതിയേക്കുന്ന വരികളാണ്. സോ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോലീസ്. സോ ഇതൊരു സൂയിസൈഡ് ആകാനാണ് സാധ്യത എന്നാണ് പോലീസിൻ്റെ ആദ്യത്തെ നിരീക്ഷണം. സോ പിന്നീട് ലക്ഷ്മി എന്ന് പറയുന്ന കോൺസ്റ്റബിളും പോലീസ് ഇൻസ്പെക്ടറും റോണിയുടെ അടുത്തും നമ്മുടെ ഹീറോയിൻ്റെ അടുത്തും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നോട്ടിൽ 2 മണിക്ക് തിരിച്ചു വരാം എന്ന് എഴുതിയേക്കുന്നത്. സോ അതിന് ഉത്തരം റോണിയാണ് പറയുന്നത്. അതായത് വാച്ച് തിരിച്ചെടുത്തതിന് ശേഷം ഞങ്ങൾ വേറൊരു പാർട്ടിക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. അതായത് ഞാനൊരു സെലിബ്രിറ്റി കേറ്ററർ ആണെന്നും ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും പറയുന്നു. സോ അതിനുശേഷം ഈ കോൺസ്റ്റബിളും ഇൻസ്പെക്ടറും കൂടി അവിടെയൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. സോ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ കുട്ടി അവിടെ ഉറങ്ങുകയാണ്. കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇവർ സെർച്ച് ചെയ്യുന്നുണ്ട്. റോണിയുടെ അടുത്ത് വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ റോണി തൻ്റെ എൻഗേജ്മെൻറ്റ് റിംഗ് എടുത്ത് അണിയുന്നു. സോ ആ സമയത്ത് ഹീറോയിന് അത് വലിയ ഷോക്കാവുന്നു. സോ ഗണ്ണിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ജീവൻ ആപത്താണെന്നുള്ള രീതിയിലാണ് ഗണ്ണ് നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഹീറോയിൻ പറയുന്നു. പക്ഷെ എന്താണ് ആപത്ത് എന്ന് ഹീറോയിന് അറിയില്ല. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുമെന്നും അതുപോലെ തന്നെ ഈ ഇടയായിട്ട് ഭയങ്കര അബ്നോർമലായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും പറയുന്നു. പോലീസ് പറയുന്നുണ്ട് ഇവിടെ എന്തായാലും നിൽക്കാൻ പറ്റില്ല, ഇവിടെ ഞങ്ങൾ സീൽ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് മാറാൻ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സോ ആ സമയത്ത് റോണിയെ നോക്കുമ്പോൾ റോണി പറയുന്നുണ്ട് താൻ ഓൾറെഡി മാരീഡ് ആണ്, സോ തൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് റോണി പറയുന്നു. നമ്മുടെ ഹീറോയിൻ്റെ മകളെടുത്തും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് പോലീസ്. സോ അതിന് മറുപടി പറയാൻ അവൾക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം അവർ പിന്നീട് മനസ്സിലാക്കുന്നു. അതിനുശേഷം ലക്ഷ്മിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഈ ക്രൈം എങ്ങനെയാണ് നടന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നു. അതായത് ഹീറോയിനും റോണിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഹീറോയിൻ്റെ ഹസ്ബൻഡ് തോക്കും കൊണ്ട് ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൊല്ലാൻ. സോ ആ സമയത്ത് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇവർ തമ്മിലൊരു മൽപ്പിടുത്തം ഉണ്ടാകുന്നു. അതിൽ ഇയാൾ മരണപ്പെടുകയും ഇതൊരു കൊലപാതകമല്ല സൂയിസൈഡാണ് എന്നുള്ള രീതിയിൽ ഫ്രെയിം ചെയ്യാൻ ഇവർ നോക്കുകയാണ് എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയും. എന്നാൽ അങ്ങനെയല്ല എന്നാണ് ഇൻസ്പെക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ ഒരാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരു കൊലപാതകം നടന്നോ ഇല്ലയോ എന്നുള്ളത്. ഈ പെൺകുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം പെൺകുട്ടി ഭയങ്കര നിഷ്കളങ്കയും അതുപോലെ തന്നെ ഭയങ്കര ടെൻസ്ഡ് ആണ് എന്നുള്ള കാര്യം. സോ ഇവള് കൊല്ലാൻ സാധ്യതയില്ല എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. സോ റോണിയുടെ പേഴ്സ് കാണുന്നില്ല എന്നുള്ള കാര്യം റോണി ഇവരെടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ക്രൈം സീൻ ആയതുകൊണ്ട് അവിടെ സെർച്ച് ചെയ്യാൻ ഇൻസ്പെക്ടർ സമ്മതിക്കുന്നില്ല. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ആ വീട്ടിൽ നിന്നും വേറെ വീട്ടിലേക്ക് പോകണം എന്നുള്ള കാര്യം പറയുന്നു. എന്നാൽ അങ്ങനെ പോകാൻ തനിക്കൊരു ഇടമില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ ഹീറോയിൻ്റെ അടുത്ത് എന്നാൽ ഈ വീട്ടിൽ തന്നെ തങ്ങാം, എന്നാൽ ക്രൈം സീനിൽ കയറാൻ പാടില്ല, അത് താൻ സീൽ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇൻസ്പെക്ടർ പറയും. ഹീറോയിൻ്റെ അടുത്ത് ഈ വീട്ടിൻ്റെ നൈബേഴ്സ് ആരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയും. പിന്നീട് ബേക്കറിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ബേക്കറി എന്ന് പറയും. അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു മെഷീൻ കാണും. സോ അതിനെ ഇൻസ്പെക്ട് ചെയ്യുകയാണ് നമ്മുടെ ഇൻസ്പെക്ടർ.
പോലീസ് പോയതിനു ശേഷം ഹീറോയെ കാണാൻ വരുന്നു. ഹീറോ ഉള്ളത് സ്റ്റോറേജ് റൂമിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. അതായത് 2 അപ്പാർട്ട്മെന്റ്സ് ആണ് ആക്ച്വലി ഉള്ളത്. രണ്ടും ഒരേപോലെ ഒരുക്കി വെച്ചേക്കാണ് നമ്മുടെ ഹീറോയിൻ. അതായത് നമ്മുടെ ഹീറോയെയും റോണിയെയും ആദ്യം കൊണ്ടുവരുന്നത് മുകളിലത്തെ അപ്പാർട്ട്മെന്റിലാണ്. അവിടെ വെച്ചിട്ട് കുട്ടിയെ ഉറക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ റൂമിലേക്ക് പോകുന്നു. ശരിക്കും അത് റൂമല്ല, അത് സ്റ്റോറേജ് റൂമാണ്. അവിടെ നിന്ന് ബാക്ക് ഡോർ വഴി നമ്മുടെ താഴത്തെ അപ്പാർട്ട്മെന്റിലേക്ക് ഹീറോയിൻ വരികയാണ്. സോ ഇതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കൊലപാതകം നടന്നത് താഴത്തെ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ്. റോണിയെയും നമ്മുടെ ഹീറോയും ആദ്യം മുകളിലത്തെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി. ഇതിനുശേഷം നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് കുട്ടിയുമായി താഴത്തെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. അതിനുശേഷം ഇവരുമായിട്ട് പുറത്തിറങ്ങിയതിനു ശേഷം താഴത്തെ അപ്പാർട്ട്മെന്റിലെത്തി ഡെഡ് ബോഡി കാണിക്കുന്നു. സോ ഹീറോയിൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡിന് ഉറക്കഗുളിക കലക്കി കൊടുത്ത് മയക്കിയതിനു ശേഷം പുള്ളിക്കാരൻ്റെ തോക്ക് വെച്ച് പുള്ളിക്കാരനെ സൂയിസൈഡ് എന്നുള്ള രീതിയിൽ അത് ഫ്രെയിം ചെയ്യുന്നു. സോ ഹീറോയുമായിട്ടുണ്ടായിരുന്ന സമയത്താണ് ഇതെല്ലാം നടത്തിയത്. സോ ഒരു വലിയ ലൗഡ് മ്യൂസിക് പ്ലേ ചെയ്തതിന് ശേഷമാണ് കൊലപാതകം നടത്തിയത്. സോ നമ്മുടെ ഹീറോ ഈ ഗൺ ഷോട്ടിൻ്റെ സൗണ്ട് കേട്ടതുമില്ല. ഹീറോ ഇതെങ്ങനെ മനസ്സിലാക്കി എന്ന് വെച്ചാൽ 2 ട്രീസ് 2 അപ്പാർട്ട്മെന്റിലായിട്ടുണ്ടെങ്കിലും അതിൽ ഒരു ട്രീയിൽ മാത്രമാണ്, ഒരു ക്രിസ്മസ് ട്രീയിൽ മാത്രമാണ് നമ്മുടെ ഹീറോ ഡെക്കറേറ്റ് ചെയ്തത്. സോ അത് വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയ്ക്ക് അത് കത്തിയത്. പിന്നീട് സ്റ്റോറേജ് റൂമിൽ പോയപ്പോൾ കുറച്ചും കൂടി ഉറപ്പാവുകയും ചെയ്തു നമ്മുടെ ഹീറോയിൻ്റെ ഈ കാര്യം. ഹീറോയിന് എന്തോ വലിയ റീസൺ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൊലപാതകം നടത്തിയതെന്ന് ഇതിനോടകം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി. അല്ലാതെ കൊലപാതകം ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയല്ല എന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയാം. സോ അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന്. കാരണം തൻ്റെ മകളുടെ സൗണ്ട് നഷ്ടപ്പെടാനും മകൾ ഇങ്ങനെ സംസാരിക്കാതാവാനും കാരണം തൻ്റെ ഹസ്ബൻഡ് ആണെന്നും അതുകൊണ്ട് എത്ര തവണ വേണമെങ്കിലും അയാളെ കൊല്ലാൻ താൻ തയ്യാറാണ് എന്ന് ഹീറോയിൻ പറയുന്നു. സോ അതൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് പ്ലാൻ എന്ന്. സോ ഹീറോയിൻ പറയുന്നുണ്ട് ഒരു സെറ്റപ്പ് എന്തായാലും റിമൂവ് ചെയ്തേ പറ്റൂ. സോ ഇവർ താഴത്തെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തതിന് ശേഷം അതിനെ ബേക്കറിയിൽ കൊണ്ടുപോയി കത്തിക്കുന്നുണ്ട്. സോ ആ സമയത്ത് 2 മീനുള്ള ഒരു ഫിഷ് ടാങ്ക് കാണുന്നുണ്ട്. സോ അത് സേവ് ചെയ്യാൻ നമ്മുടെ ഹീറോയിൻ ശ്രമിക്കുന്നുമുണ്ട്. സോ ഇതിൽ നിന്നും ഹീറോയിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. റോണിയുടെ പേഴ്സ് ഇവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്നു. സോ ആദ്യം അത് കത്തിക്കാം എന്നിവർ ചിന്തിക്കുന്നു. പിന്നീട് അത് വേണ്ട, ചേർച്ചിൽ തന്നെ കൊണ്ടിടാം എന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഹീറോയിൻ്റെ മകൾക്ക് താൻ വാങ്ങിച്ച ആ ടോയ് കൊടുക്കണമെന്ന്. അതിനുശേഷം ഹീറോ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് പോലീസുകാരെയാണ് കാണിക്കുന്നത്. പോലീസുകാർ എന്തോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് ലക്ഷ്മി ഒരു കഥ പറയുന്നു. ഒരു സ്ഥലത്തൊരു പുലി ഇറങ്ങി. ആ പുലിയെ പിടിക്കാൻ വേണ്ടി എല്ലാ രാജ്യത്തെ ആൾക്കാരും പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. പല പോലീസുകാർ പല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് ഇന്ത്യൻ പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുലിയെ കിട്ടി എന്നുള്ള രീതിയിൽ വാർത്ത പരത്തുന്നു. സോ പുലിയെ കാണാൻ വരുന്ന ആൾക്കാർ കരടിയാണ് കാണുന്നത്. കരടിയെ നല്ല രീതിയിൽ ഇവർ പെരുമാറുന്നു. സോ കരടി പറയുന്നു താനാണ് പുലിവേഷം കെട്ടിയെന്ന്. സോ അങ്ങനെ നല്ല രീതിയിൽ പെരുമാറി എല്ലാ കാര്യങ്ങളും തെളിയിക്കാൻ പറ്റുമെന്ന് പോലീസുകാർ പറയുന്നു. ലക്ഷ്മി പറയുന്നുണ്ട് എത്ര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള കേസാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ആംഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ പല രീതിയിൽ പല ആംഗിൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ലക്ഷ്മി പറയുന്നുണ്ട് നമ്മുടെ ഹീറോയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരാൻ. സോ പോലീസുകാർ ഹീറോയെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. ഹീറോ എടുത്ത് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നു. സോ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് ചർച്ചിൽ പോയി. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഉറങ്ങുന്നത് കണ്ടിട്ട് റോണി പറഞ്ഞിട്ടാണ് ഹീറോയിനെ ഫ്ലാറ്റിലേക്ക് ഡ്രൈവ് ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോയിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഹീറോയിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ഹീറോയിന് സെയിം കാര്യം തന്നെ പറയുന്നു. ചർച്ചിൽ പോയി, ഉറക്കം വന്നതുകൊണ്ട് റോണിയുടെ കൂടെ ഫ്ലാറ്റിലേക്ക് വന്നു. സോ ഇവിടെ നമ്മുടെ ഹീറോയുടെ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ഹീറോയിൻ പറയുന്നില്ല. ഇത് കേട്ടിട്ട് ലക്ഷ്മിക്ക് ഇൻസ്പെക്ടറിന് ഒരു ഡൗട്ട് വന്നു. സോ അത് മനസ്സിലാക്കി നമ്മുടെ ഹീറോയുടെ ഇൻവോൾവ്മെന്റ് പറയുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഹീറോയാണ് ഞങ്ങളെ ഡ്രൈവ് ചെയ്ത് ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം. സോ അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. സോ അപ്പോഴാണ് ഇൻസ്പെക്ടറും നമ്മുടെ ലക്ഷ്മിയും കൂടെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത്. സോ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഇത് സൂയിസൈഡ് ആകാനാണ് സാധ്യത, കൊലപാതകമേ അല്ല. അപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. സോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് സൂയിസൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും വൈൻ ബോട്ടിലിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല, അത് നാളെ വരുള്ളൂ, അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ലക്ഷ്മി പറയുന്നു. ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഹീറോ റിലീസായ ദിവസം തന്നെ ഒരു വ്യക്തിയെ കൊല്ലാൻ ഒരു സാധ്യതയുമില്ല, അതും പുള്ളിയുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്തൊരു വ്യക്തിയെ. സോ അതുകൊണ്ട് തന്നെ ഹീറോ ആയിരിക്കില്ല കൊലപാതകം ചെയ്തത്. അതുപോലെ തന്നെ ഹീറോ, ഹീറോയിൻ, റോണി 3 ആൾക്കാരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു സംശയത്തിൻ്റെ നിഴലും ഇവർക്ക് മേലെ ഇല്ല. പിന്നെ ഇനിയിപ്പോൾ വല്ല വിറ്റ്നസ്സും ഉണ്ടെങ്കിൽ മാത്രമേ കേസ് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. വേറെ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ കാര്യം തുറന്നു പറയാൻ സാധിക്കുള്ളൂ. അത് നമ്മുടെ ഹീറോയിൻ്റെ മകൾക്കാണ്. പക്ഷെ പുള്ളിക്കാരത്തെ സംസാരിക്കത്തുമില്ല. സോ ഇതെല്ലാം കൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള സസ്പീഷനും
ഇൻഫർമേഷനും ഇല്ല. അപ്പോഴാണ് റോണിയുടെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നത്. റോണിയെക്കുറിച്ച് റോണിയുടെ ഭാര്യയ്ക്ക് നല്ല മതിപ്പാണുള്ളത്. പുള്ളിക്കാരത്തി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. റോണി ഒരുപാട് പേരെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മുടെ ഹീറോയിനും പോലീസും ഒക്കെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ വേണ്ടി ലക്ഷ്മി പറയുന്നു. സോ ആ സമയത്താണ് റോണി പറയുന്നത് തൻ്റെ പേഴ്സ് കണ്ടില്ല എന്നുള്ള കാര്യം. സോ പേഴ്സ് എല്ലായിടത്തും കൊണ്ട് കളയുമെന്നാണ് റോണിയുടെ വൈഫ് പറയുന്നത്. സോ എവിടെ പോയാലും അവിടെ വെച്ച് മറക്കും എന്ന് റോണിയുടെ വൈഫ് നമ്മുടെ റോണിയെക്കുറിച്ച് പറയുന്നുണ്ട്. സോ ആ സമയത്ത് റോണി ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം അവിടെ വെച്ചതാണ്, കാരണം അതൊരു റീസണായിട്ട് വെച്ചിട്ട് ഒന്നുകൂടി വിസിറ്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ. സോ ആ സമയത്താണ് റോണി പറയുന്നത് ഇങ്ങനെ ഭർത്താവ് മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് താൻ തൻ്റെ പ്ലാൻ മാറ്റിയെന്നും പിന്നീട് പേഴ്സിന് അന്വേഷിച്ചപ്പോൾ പേഴ്സ് കണ്ടില്ല എന്നുള്ള കാര്യം. ആ സമയത്ത് ലക്ഷ്മിക്ക് ഒരു ഐഡിയ കൂടി വരുന്നു. അതായത് വേറൊരു പേഴ്സ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പേഴ്സിൻ്റെ ഉള്ളിലുള്ള പൈസയ്ക്ക് വേണ്ടി അയാളെ കൊന്നുകൂടാ? സോ അങ്ങനെ ഒരു വ്യക്തി ഉള്ളിലേക്ക് കയറി കൊലപാതകം നടത്തിയിട്ടുണ്ടാവും എന്ന് ലക്ഷ്മി ചിന്തിക്കുന്നു. സോ പേഴ്സ് ആരുടെ കയ്യിലാണോ അയാളാണ് കൊലപാതകം നടത്തിയത് എന്ന് ലക്ഷ്മിക്ക് ഒരു ചിന്ത വരുന്നു. സോ പേഴ്സ് നമ്മുടെ ഹീറോയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഹീറോ അത് പറയുന്നില്ല. ഹീറോ അത് ആരും അറിയാതെ മറച്ചു വെച്ചിരിക്കുകയാണ്. പേഴ്സ് മറന്നു വെക്കുന്ന കാര്യം തനിക്ക് പുറത്തു പറയാൻ നാണക്കേടായിരുന്നു എന്നും ഇനി താൻ കാരണം ഒരു പ്രതിയെ പിടിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്ന് റോണി പറയുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, താൻ ഇപ്പോൾ ചെയ്തതിരിക്കട്ടെ, ഇനി താൻ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പേഴ്സ് മറന്നു വെച്ച് എന്നറിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കുമെന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ എടുത്ത് റിലീസിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. സോ പുള്ളിക്കാരൻ എല്ലാം പറഞ്ഞതിന് ശേഷം അറിയാതെ തൻ്റെ പേഴ്സ് എന്ന് വിചാരിച്ച് നമ്മുടെ റോണിയുടെ പേഴ്സ് ഓപ്പൺ ചെയ്യും. പക്ഷെ ആരും അത് കാണാത്തത് കൊണ്ട് നമ്മുടെ ഹീറോ എസ്കേപ്പ് ആവും. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ മകൾ നമ്മുടെ ഹീറോ ഗിഫ്റ്റ് ചെയ്ത് ആ ടോയ് വെച്ച് കളിച്ചിട്ട് അറിയാതെ അത് മറന്നു വെച്ച് പോകും. അപ്പോൾ ലക്ഷ്മി അത് എടുത്തിട്ട് ഇത് തനിക്ക് ആരാണ് തന്നതെന്ന് ഹീറോയിൻ്റെ മകളെടുത്ത് ചോദിക്കുമ്പോൾ അത് സാന്റ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ നമ്മുടെ കുട്ടി സംസാരിച്ച കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. ഹീറോയിൻ വളരെയധികം സന്തോഷിക്കുകയാണ്. നമ്മുടെ ഹീറോ സറണ്ടർ ആകുന്ന പോലെ തന്നെ ആ പേഴ്സ് എടുത്തിട്ട് ലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് ആ പേഴ്സിൻ്റെ ഉള്ളിലുള്ള മോതിരം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഹീറോയിൻ വിരൽ കാട്ടി കൊടുക്കും. അങ്ങനെ വിരലിൽ ആ പേഴ്സിലുണ്ടായിരുന്ന ആ മോതിരം അണിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഒരു സസ്പെക്റ്റിനെ പോലെ തന്നെ ഈ പ്രതി എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് മാറി നിൽക്കും. അതായത് റോണിയും ഹീറോയിനും കൂടെ പുറത്തു പോയ സമയത്ത് പൈസയ്ക്ക് വേണ്ടി ഹീറോയിൻ്റെ ഹസ്ബൻഡിനെ കൊന്നു എന്നുള്ള രീതിയിൽ പറയാതെ പറയുകയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ ഇവിടെ വെച്ച് നമ്മുടെ സിനിമ എൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.